കണ്ടോ എന്താണ് എന്താ വേണ്ട നിനക്ക്? എന്താ വേണ്ട? എടുക്കണം. അവന് ഇപ്പൊ പൂജ ചെയ്യണം. ഇപ്പൊ പൂജ ചെയ്യാൻ പറ്റില്ല പൊന്നുവോ. പൂജ നാളെ അല്ലേ. ഇത് പൂജയുടെ സാധനങ്ങൾ നാളെ. അവന് ഇപ്പൊ പൂജ ചെയ്യണം. നാളെയല്ലേ പൂജ. കണ്ടോ ഒച്ചെടുക്കുന്ന കണ്ടോ? പൂജ ചെയ്യാൻ ഒച്ചെടുക്കുന്നത് കണ്ടല്ലോ. മേടിച്ചോണ്ട് അവന് ഇപ്പൊ പൂജ ചെയ്യണം. ഇപ്പോഴല്ല പൊന്ന, നാളെയാണ് പൂജ ചെയ്യണം. ഒച്ചയെടുക്കണം എന്നോട്. തിരി കത്തിച്ചില്ലേ ചേട്ടൻ? 14 തിരി. നാളെയല്ലേ ദീപാവലി. ദീപാവലി മഹാലക്ഷ്മി പൂജ നാളെയല്ലേ. ഇങ്ങനെ ഒരു തമ്പായിയെ സ്നേഹിക്കുന്നവൻ. ഓ ഇപ്പൊ പൂജ ചെയ്യണോ നിനക്ക്? ഇപ്പൊ പൂജ ചെയ്യണോ? ഇപ്പൊ പൂജ ചെയ്യണോ? ഇപ്പൊ എങ്ങനെ പൂജ ചെയ്യുന്നേ? രാത്രി 8-9 മണിക്കാണോ പൂജ ചെയ്യുന്നേ? നാളെയല്ലേ പൂജ. നാളെ തമ്പായി പൂജ ചെയ്യണ്ടേ? കൊള്ളാല. കിടക്ക പോയി. ഇപ്പൊ ഉറങ്ങേണ്ട സമയം പൊന്നാ നീ. എൻ്റെ അതേ ഈ പൂജ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോൾ തൊട്ട് ഈ ഒച്ചെടുക്കണം. അവന് ഇപ്പോൾ പോയി പൂജ ചെയ്യണം. അവൻ്റെ വിചാരം പൂജാ റൂമിൽ പൂജ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. അല്ല, നമ്മൾ സെറ്റിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ദൈവത്തിനെ അവിടെ കൊണ്ടുവന്ന് പീഠത്തിൽ ഇരുത്തി നമ്മൾ ഹോളിലാണ് പൂജ ചെയ്യുന്നത് നാളെ. നാളെ ചെയ്യാട്ടാ. നാളെ തമ്പായിയെ തൊഴാട്ടാ. ഇന്നല്ല തമ്പായിയെ തൊഴണേ, നാളെ തൊഴാ ഏട്ടാ. ഒച്ചെടുക്കല്ലേ പറഞ്ഞു കേട്ടാ. നാളെ തൊഴാ വാ. പുന്നര പൂജ എന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടമാണോ അവന്? നമ്മളെക്കാട്ടി ഇൻട്രസ്റ്റ് ആണ് വിളക്ക് കത്തിക്കുന്നത്, തിരി കത്തിക്കുക. പടക്കം മാത്രം പേടി. ചേച്ചിയുടെ അടുത്ത് പോവില്ല. അവനിപ്പോൾ പൂജ ചെയ്യണം. പൂജാ സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടില്ലേ? പൂജ ചെയ്യണം. ഇപ്പം എണീക്കുന്നില്ലേ? അയ്യോ എണീറ്റ് വരാത്ത കണ്ടോ റൂമിൽ നിന്ന്. അവനിവിടെ നിന്ന് വരുന്നില്ല. അവന് പൂജ ചെയ്യണ്ട, പെട്ടെന്ന് പൂജ ചെയ്യണമെന്നാണ് അവന്. തമ്പായി വാ മോനെ, ഇവിടെ തമ്പായി തൊഴുതോ. വാ വാ തൊഴ. തമ്പായി തൊഴുതോ. നാളെ പൂജ ചെയ്യാട്ടാ. ഇപ്പം തമ്പായി തൊഴുതൊക്കെ നാളെ പൂജ ചെയ്യാം. ശരി ശരി, പോയി കിടന്നോ.